ട്രാവലോഗ് എന്ന യൂട്യൂബ് ചാനലിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഹാർദവമായ സ്വാഗതം. ഞാൻ സുമേഷാണ്. അപ്പോൾ ഇനി കുറച്ച് നാളത്തേക്ക് യാത്രകളൊന്നും ഉണ്ടാവാനുള്ള സാധ്യതകളൊന്നുമില്ല എന്ന് മനസ്സിലായതുകൊണ്ട് നമ്മൾ ചെയ്യുന്ന തൊഴിൽ, അതായത് അപ്പോൾസ് സംബന്ധമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്തണം. അതിൻ്റെ ചെറിയ 1-2 ട്യൂട്ടോറിയലൊക്കെ ചെയ്യണം. മനസ്സിലായി? വർക്കിൻ്റെ എക്സ്പീരിയൻസ് ആയിട്ടുള്ള കുറച്ച് ട്യൂട്ടോറിയൽ നിങ്ങൾക്ക് പരിചയപ്പെടുത്തണം. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് അപ്പോൾ സ്ത്രീകൾക്ക് എന്താ സൗന്ദര്യ സംബന്ധമായിട്ടുള്ള ഒരുങ്ങാനും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന മറ്റേ നമ്മുടെ ഇതുണ്ട്, ഡ്രസ്സിങ് ടേബിളുണ്ട്. അപ്പോൾ ആ ടേബിളിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ചെയർ ഞങ്ങളിന്ന് നിർമ്മിക്കുകയാണ്. ഞങ്ങളുടേതായ രീതിയിൽ നിർമ്മിച്ചെടുക്കുകയാണ്. അത് മറ്റൊന്നുമല്ല, ഇവിടെ കടയിലുള്ള കുറച്ച് പാഴ്വസ്തുക്കൾ ഉപയോഗിച്ചിട്ടാണ് നിർമ്മിച്ചെടുക്കുന്നത്. പാഴ്വസ്തു എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഉപയോഗം ഇല്ലാത്ത എന്നാൽ ഉപയോഗിക്കാൻ പറ്റുന്നതുമായിട്ടുള്ള കുറച്ച് സാധനങ്ങൾ ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എന്താ പറയുക, നേരെ വീഡിയോയിലേക്ക് പോവുകയാണ്. അതിൻ്റെ അളവും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ടാവും. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ കയറി നോക്കുക. പിന്നെ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളേ ഉള്ളൂ. ഇത് ഞാൻ സ്ക്വയർ ട്യൂബിൽ ഒരു ഫ്രെയിം ഉണ്ടാക്കിയതാണ് കേട്ടോ. 18 ഇഞ്ച് നീളം, 15 ഇഞ്ച് വീതി, അതുപോലെ ഉയരവും 18, അങ്ങനെ നീളത്തിലും വീതിക്കൊക്കെ ചെയ്തിട്ടുള്ള ഒരു സ്ക്വയർ ട്യൂബിന് ഫ്ലൈവുഡ് വെച്ചിട്ട് 4 ഭാഗവും കവർ ചെയ്ത് മുകളിലും അതുപോലെ ഇരിക്കുന്ന ഭാഗത്ത് മാത്രം ഇച്ചിരി കട്ടിയുള്ള ഫ്ലൈവുഡ് ഉപയോഗിച്ചു. പിന്നെ അടിയിലും ചെറിയ രീതിയിൽ ഫ്ലൈവുഡ് ഉപയോഗിച്ചിട്ട് ഫുൾ കവർ ചെയ്തിട്ട് നമ്മുടെ റെക്സിന് ഉപയോഗിച്ചിട്ട് ടോപ്പ് ഭാഗം 2 ഇഞ്ചിൻ്റെ ഫോമിൽ കവറൊക്കെ ചെയ്തെടുത്തിട്ട് അതിനകത്ത് 2, 3, 4 സ്റ്റോണൊക്കെ കൊടുത്ത് 3 അല്ല ഒരു 6, 8, 9 സ്റ്റോണൊക്കെ വെച്ചിട്ട് ഡിസൈനൊക്കെ ചെയ്ത് പിന്നെ സൈഡെല്ലാം തുണിയൊക്കെ വെച്ച് അടിച്ച് കവർ ചെയ്തിട്ട് ഒരു ഡ്രസ്സിങ് ടേബിളിൻ്റെ ചെയറാണ് നിർമ്മിക്കുന്നത്. അപ്പോൾ ഇനി കുറച്ച് നാളത്തേക്ക് ഇത്തരത്തിലുള്ള വീഡിയോസ് ആയിരിക്കും വരുന്നത്. അപ്പോൾ നിങ്ങൾ ആരും സ്കിപ്പ് ചെയ്യാതെ കാണുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്തോളൂ, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഈ നേരെ വീഡിയോയിലേക്ക് പോവാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക്
അപ്പോൾ കണ്ടല്ലോ, നിർമ്മാണമൊക്കെ കണ്ടല്ലോ, സാധനവും കണ്ടല്ലോ. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അപ്പോൾ വ്യത്യസ്തമായ വീഡിയോയുമായി ഇനിയും വരാം. അപ്പോൾ എല്ലാവർക്കും ഒരു ശുഭദിനം. ബൈ.